ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവവചനവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അപ്പോസ്തലൻ എന്ന നിലയിൽ തന്റെ അധികാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തെക്കുറിച്ചും തന്റെ സന്ദേശമായ ദൈവകൃപയുടെ ആ ഒരു സുവിശേഷത്തെക്കുറിച്ചുമാണ് താൻ പറയുന്നത്. നമ്മള് 7 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 6ഉം 7ഉം വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് ഗലാത്യ സഭ, ദൈവത്തെ അറിഞ്ഞിരുന്ന സഭ, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട സഭ, ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് വന്നവര്, അവര് ഇത്ര പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത്ര വേഗത്തിൽ അവരുടെ ചെറിയ ബാല്യകാലത്തിൽ തന്നെ അവര് സഭയുടെ ബാല്യകാലത്തിൽ തന്നെ അവര് ദൈവത്തിങ്കിൽ നിന്ന് തങ്ങളെ വിളിച്ച ക്രിസ്തുവിനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറുവാനായിട്ട് ഇടയായി തീർന്നു. പൗലോസ് പറയുകയാണ് അത് വേറൊരു സുവിശേഷം എന്നല്ല. നമ്മൾ മറ്റേ ട്രാൻസ്ലേഷൻ ഒക്കെ പഠിച്ചത് അത് സുവിശേഷം എന്ന ഒന്നേ അല്ല. അത് ഗുഡ് ന്യൂസ് എന്ന് പറയപ്പെടുന്നെങ്കിലും അത് അവർക്ക് ഗുഡ് ന്യൂസ് ആയിരിക്കും. പക്ഷെ ഇത് നമ്മൾക്കത് ബാഡ് ന്യൂസ് ആണ്. അതൊരു സുവിശേഷമേ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആ സുവിശേഷത്തെ കുറിച്ച് നാം പറഞ്ഞത് അത് മനുഷ്യരെ മറിച്ചു കളയുന്നതാണ്, അത് കാർന്നു തിന്നുന്നതാണ്, അതുപോലെ അത് കലക്കി കളയുന്നതാണ് എന്ന് നാം പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച 5 സോളാസ് ഓഫ് സാൽവേഷൻ ആണ് നാം പഠിച്ചത്. സുവിശേഷത്തിന്റെ 5 സോളാസിനെ കുറിച്ച് പഠിച്ചു. അത് നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ രക്ഷയുടെ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞ 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ. രക്ഷ 1, രക്ഷ ക്രിസ്തുവിലൂടെ മാത്രം, രക്ഷ വിശ്വാസത്താൽ മാത്രം, 3-മത്തെ രക്ഷ കൃപയാൽ മാത്രം, അതുപോലെ രക്ഷ വചനത്താൽ മാത്രം, സകലവും ദൈവത്തിന്റെ 5-മത്തെ സകലവും ദൈവത്തിന്റെ നാമ മഹത്വത്തിനായിട്ട് മാത്രം. സോളോഡിയ ഗ്ലോറിയ എന്ന് നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പ് മുതൽ നമ്മുടെ തേജസ്കരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിന്റെ എല്ലാത്തിന്റെയും പരമാധികാരി ദൈവമാണ് എന്നുള്ളതാണ്. പലരും പറയാം ഞാൻ പാതി ദൈവം പാതി. ഞാൻ പാതിയല്ല, ദൈവവും പാതിയല്ല, ദൈവം മുഴുവൻ. അതെപ്പോഴും ഓർത്തിരിക്കണം. കൃപയാലല്ലോ, ഇത് എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഓർക്കേണ്ട ഒരു വാക്യമാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു എന്ന് പറഞ്ഞ കൃപയാലാണ് നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ആ വിശ്വാസം നിങ്ങളിൽ വരുവാൻ കാരണമായി തീർന്ന ദൈവത്തിന്റെ കൃപയാ. ദൈവത്തിന്റെ കൃപയിലാണ് നാം രക്ഷിക്കപ്പെട്ടത്, വിശ്വാസം രക്ഷിക്കുക, അത് ശരി തന്നെ. പക്ഷേ ആ വിശ്വാസം നമ്മളിൽ പകർന്നതും നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് നല്ല ഫലം കായ്ക്കാൻ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ അന്വേഷിച്ചു പോയി കണ്ടുപിടിച്ചതല്ല, ദൈവമേ നമ്മളെ അന്വേഷിച്ച് നമ്മളിരുന്ന സ്ഥലത്തേക്ക് നമ്മളെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ 8-മത്തെ വാക്യത്തിലേക്ക് പോകാം. 8-മത്തെ വാക്യം വായിക്കാം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. 8-9 വാക്യങ്ങളിലെ പൗലോസ് പറയുന്നത് താൻ സംസാരിച്ചതിന് വിപരീതമായി പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭകളില് അവരെ പഠിപ്പിച്ചത് സത്യസുവിശേഷമായിരുന്നു. ആ സത്യസുവിശേഷത്തിന് വിപരീതമായി അവിടെ വേറൊരു സുവിശേഷം കടന്നു വന്നതെന്നാണ് പറയുന്നത്. അപ്പം എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് സത്യസുവിശേഷമായിരുന്നു. അതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തുനിന്നും ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ. അപ്പൊ എന്തിനാണ് അവിടെ പ്രാധാന്യം? ഞങ്ങൾക്കല്ല പ്രധാനം, ദൂതനല്ല, സുവിശേഷം അറിയിക്കുന്നവർക്കല്ല അവിടെ ഇമ്പോർട്ടൻസ്, സുവിശേഷത്തിനാണ് ഇമ്പോർട്ടൻസ്. അപ്പം പൗലോസ് അപ്പോസ്തലന് ദൈവത്തിൽ നിന്നിട്ട് സുവിശേഷം താൻ ഗലാത്യരോട് അറിയിച്ചു. ഇനി ഒരു കാലത്ത് താൻ ഇത് മാറ്റി പറഞ്ഞാൽ പോലും താൻ ശപിക്കപ്പെട്ടവനാണ്. അന്ന് താൻ പറഞ്ഞ സുവിശേഷമാണ്
സത്യസുവിശേഷം. ഒരു ദൂതൻ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും, ദൈവം അയച്ചിട്ടൊരു ദൂതൻ വന്ന് പറഞ്ഞെന്നാലും അത് ശാപഗ്രസ്തനാണ്. ഇതാണ് സത്യസുവിശേഷം എന്നാണ് പറയുന്നത്. പറഞ്ഞതുപോലെ സുവിശേഷത്തിനാണ് ഇമ്പോർട്ടൻസ്, അത് പറയുന്നവർക്കല്ല ഇമ്പോർട്ടൻസ്. അതെന്തുകൊണ്ട് അങ്ങനെയായത്? ആ എന്താ പറയുന്നത്, അത് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. നമ്മെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിച്ച് നിത്യരാജ്യത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നതാണ് ഈ സുവിശേഷം, അല്ലേ? യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവെന്ന് വായികൊണ്ട് ഏറ്റു പറയും, ദൈവം അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, രക്ഷിക്കപ്പെടും. അത്രയും വിശ്വസിച്ചാൽ മാത്രം മതി. അത് ഓൾറെഡി ഒരാൾ ചെയ്തു കഴിഞ്ഞു, അല്ലേ? അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പൊ എനിക്ക് തന്നിരിക്കുന്ന എന്റെ ദൗത്യം എന്ന് പറഞ്ഞ് ഞാനത് പറയുക എന്ന് മാത്രമാ. അപ്പൊ മെസ്സേജ് ഓൾറെഡി ഡൺ ആണ്. അത് ഓൾറെഡി എല്ലാം കഴിഞ്ഞതാണ്. അതിനുവേണ്ടി ഒരാൾ വില കൊടുത്തതാണ്. ഇനി എന്റെ ഉദ്ദേശം അല്ലെ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് പറയുക എന്ന് മാത്രമാ. അതുകൊണ്ട് മെസ്സഞ്ചേഴ്സിന് പ്രാധാന്യമില്ല, അത് മെസ്സേജിനാണ് പ്രാധാന്യം. ആ മെസ്സേജ് പ്രധാനമായി തീരാൻ കാരണം അത് ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു പോരാട്ടമാണ്. ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിലാണ്. ജീവൻ തിരഞ്ഞെടുക്കുന്നുവോ മരണം തിരഞ്ഞെടുക്കുന്നുവോ? നീ ദൈവത്തെ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവനും, നീ ദൈവത്തെ വിട്ടുകളഞ്ഞാൽ നീ ശാപഗ്രസ്തനുമായി തീരുന്നു. നിന്റെ അവസാനം നരകം മാത്രമായിരിക്കും. അതാണ് രക്ഷയുടെ സുവിശേഷം. ആ മെസ്സേജ് ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കാത്തവർക്ക് നിത്യകരവും വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനും ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് രക്ഷ അതിൽ തന്നെ സമ്പൂർണമാണ്. അതിന് ഒരാൾ ഒരു വില കൊടുത്തു. ഇനി നമ്മൾക്ക് അതിനോടുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാനോ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുക, അത്ര മാത്രമേ. എന്തോ പറയേണ്ടത്? ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രം നാം ഒന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലേ? അതല്ലേ സുവിശേഷം? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. നമുക്കൊന്ന് വായിക്കാം 2 കൊരിന്ത്യർ 5-ന്റെ 14-ാമത്തെ വാക്യം, 14-ഉം 15-ഉം 21-ഉം ഞാൻ വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ എന്തിനാ ഈ സുവിശേഷം അറിയിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. 21-ാമത്തെ വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ആക്കുമെന്നൊന്നും അല്ല പറഞ്ഞ, പാപം ആക്കി. എല്ലാവർക്കും വേണ്ടി ഓൾറെഡി ഒരുവൻ മരിച്ചു. അതാണ് സത്യസുവിശേഷം. അതിനപ്പുറത്തൊരു സുവിശേഷമേ ഇല്ല. ഇവിടെ അതില് ഇവിടെ പറയുന്ന പൗലോസ് പറയുക, അതല്ലാതെ മറ്റൊരു സുവിശേഷം പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചവരെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് കൊരിന്ത്യ ലേഖനത്തിൽ, അല്ലേ? 2 കൊരിന്ത്യ ലേഖനം ഒന്ന് വായിച്ചു വിടാം. 2 കൊരിന്ത്യ ലേഖനം 11-ന്റെ 13 മുതലുള്ള വാക്യങ്ങൾ പറയുന്ന ഇങ്ങനെയുള്ള കള്ള അപ്പോസ്തലന്മാരാ. അവരാരാ? സത്യസുവിശേഷം പറയാത്തവരെല്ലാം സാത്താന്റെ ദൂതന്മാരാണെന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 11-ന്റെ 13-ഉം 14-ഉം 15-ഉം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. അപ്പൊ ഈ സത്യസുവിശേഷം അല്ലാതെ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന ആരാണേലും ശപിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ അവരെ കള്ള ശുശ്രൂഷക്കാരാണ്. അവര് അതിനേക്കാൾ ഉപരിയായി സാത്താന്റെ ദൂതന്മാരാണ്. വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്ന സാത്താന്റെ ദൂതന്മാരാണ്. നമ്മളിവിടെ പൗലോസ് പറഞ്ഞു, ഈ ഒരു സുവിശേഷം അല്ലാതെ ഞങ്ങള് അതിന് വിപരീതമായി, ഞാനാകട്ടെ വേറൊരു സ്വർഗത്തു നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം ദൂതന് സുവിശേഷം അറിയിക്കാനുള്ള അവകാശമുണ്ടോ? ദൂതൻ സുവിശേഷം അറിയിക്കുമോ? ഇല്ല. ദൂതൻ മെസ്സഞ്ചേഴ്സ് മാത്രമാ. ദൈവത്തിന് എന്തെങ്കിലും മനുഷ്യരോട് പറയാനുണ്ടെങ്കിൽ അത് പറയുന്ന മെസ്സഞ്ചേഴ്സ് മാത്രമാണ്. പക്ഷേ ദൂതന് സുവിശേഷം അറിയിക്കാൻ ദൈവം കൊടുത്തിട്ടില്ല. കാരണം ദൂതൻ പാപം ചെയ്താൽ അവർക്ക് വേണ്ടി നരകം ദൈവം ഒരുക്കി, അല്ലേ? പക്ഷേ മനുഷ്യൻ പാപം ചെയ്തപ്പോ അവനെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം കാൽവറി ഒരുക്കി. തന്റെ സ്വന്തം ഏകജാതനായ സ്വന്തം പുത്രനെ തന്നെ യാഗമാക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. ആ വീണ്ടെടുക്കപ്പെട്ടവർക്ക് കിട്ടിയതാണ് ഈ സുവിശേഷം, അല്ലേ? ആ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ തങ്ങളുടെ ജീവനായ തങ്ങളുടെ അനുഭവമായ സുവിശേഷം പറയുവാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഒരു ദൂതനും സുവിശേഷം അറിയിക്കാൻ അവകാശമില്ല. നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് വീണ്ടെടുപ്പില്ല.
അവര് പാപം ചെയ്താൽ അവർ നരകത്തിലാ പോകുന്നത്. അവർക്ക് വീണ്ടെടുപ്പാൻ ദൈവം നിശ്ചയിച്ചിട്ടില്ല. അവർ പാപം ചെയ്താൽ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നവർ മാത്രമാണ് ദൂതന്മാർ. പക്ഷേ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചപ്പോൾ പാപം ചെയ്ത മനുഷ്യനോട് ദൈവം കരുണ കാണിച്ചതിന്റെ പേരിലാണ് തന്റെ ഏകജാതനായ പുത്രനെ യാഗമാക്കി തീർത്തെ. അതുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ദൈവത്തെ അറിയുന്നവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവർക്ക് മാത്രമേ സുവിശേഷം അറിയിക്കുവാൻ അവകാശമുള്ളൂ. അപ്പം ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാനാകട്ടെ ഇനി കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു ബോധം, എന്തൊരു വേറൊരു ബോധം ഉണ്ടായി, ഞാനാകട്ടെ വന്ന് സുവിശേഷം അറിയിച്ച ഞാൻ ശപിക്കപ്പെട്ടവൻ. അത് തന്നെയും കൂടി ഉൾപ്പെടുത്തിയാ പറയുന്നത്. ഇത് പറയുന്നു, സ്വർഗത്തുനിന്ന് ഒരു ദൂതനാകട്ടെ. ദൂതൻ പറഞ്ഞ് പലരും പറയാറുണ്ട്. പക്ഷെ ദൂതന് സുവിശേഷം അറിയിക്കാൻ അവകാശമില്ല. പക്ഷെ ദൂതന് സുവിശേഷം അറിയിക്കുന്ന ഒരു സമയമുണ്ട്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദൂതൻ സുവിശേഷം അറിയിക്കും. എന്ത് സുവിശേഷം അറിയിക്കുന്നത്? ന്യായവിധിയുടെ സുവിശേഷമാ ദൂതൻ അറിയിക്കുന്നത്. പറയാം, നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങള്. എന്താണ്? സഭ എടുക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധന്മാരാരും ഇവിടെ ഇല്ല. അപ്പം പറയാൻ ഒരു ന്യായവിധിയുടെ സുവിശേഷത്തെ ദൈവം പറയാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതനെയാണ്. വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ന്റെ 6ഉം 7ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാ മതി. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. 17-ാമത്തെ വാക്യം സുവിശേഷം എന്താണെന്ന് പറയാം. ദൈവത്തെ ഭയപ്പെട്ട് അവനും മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തോ സുവിശേഷമാണ്? മാനസാന്തരപ്പെടുക എന്നുള്ള സുവിശേഷമാണോ? ഒരിക്കലുമല്ല. ന്യായവിധി ദൈവം വെച്ചിരിക്കുന്നു ദൈവത്തെ അനുസരിക്കാത്തവർക്ക്. ആ ഒരു സന്ദേശമാണ് ആ അന്ത്യകാലത്തെ സുവിശേഷം ദൈവം അറിയിക്കാൻ. അതുവരെയും സഭ എടുക്കപ്പെടുന്ന നിമിഷം വരെയും അതിന് തൊട്ടു മുമ്പ് വരെയും ദൈവം ഓരോ ആൾക്കാരെ കാലാകാലമായി യുഗായുഗങ്ങളാക്കി സുവിശേഷത്തിനായി അയച്ചിരിക്കുന്നു. അത് കഴിയുമ്പോൾ സഭ എടുക്കപ്പെട്ടതിന് ശേഷം പിന്നെ ഒരേ ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. അത് ദൂതൻ അറിയിക്കും. എന്താണ്? ന്യായവിധിയുടെ സുവിശേഷം. ഇത്രയും കാലം ദൈവം എല്ലാവർക്കും സമയം തന്നിരിക്കുന്നു. വചനത്തിൽ വായിക്കുന്ന കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നില്ലേ? കാലം ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ഇന്നാണോ നാളെയാണോ അടുത്ത നിമിഷമാണോ നമുക്ക് അറിയുന്നില്ല. നമ്മുടെ സമയം സമീപമായിരിക്കുന്നു. ചിലവർക്ക് ഒരുങ്ങാനായിട്ട് ദൈവം സമയം കൊടുക്കും. പക്ഷെ നമുക്ക് അറിയത്തില്ല എത്ര നേരം ദൈവം നമുക്ക് സമയം കൊടുക്കുന്നു. കുറച്ച് അസുഖമായിട്ട് കുറച്ച് ദിവസം കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ, അല്ലെ ഒരു ആക്സിഡന്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സ്ട്രോക്ക് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുങ്ങാനായിട്ട് ദൈവം സമയം തന്നെന്ന് വരും. പക്ഷേ ഒറ്റ നിമിഷത്തിൽ നാം പോയാൽ ഒരുങ്ങുവാൻ ദൈവം സമയം തരത്തില്ല. അപ്പോൾ ഇതാണ് ഒരുങ്ങുവാനുള്ള സമയം. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഒരുങ്ങിക്കൊള്ളുവിനെന്ന കർത്താവ് ഓരോ നിമിഷവും നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ നാം ന്യായവിധിക്ക് അധീനരായി പോകും. അതുകൊണ്ട് ഇപ്പോഴാണ് ഒരുങ്ങുവാനുള്ള സമയം. ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പറയുന്നു, ഞാനാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നവര്. അപ്പൊ മറ്റൊരു സുവിശേഷം അറിയിക്കുന്നവരുടെ ശിക്ഷയാണ് ശാപം എന്നുള്ളത്. അപ്പം വേറൊരു സുവിശേഷം അറിയിക്കുന്നവരുടെ ശിക്ഷ ശാപം. ശാപം എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ ശപിക്കുമെന്നല്ല അർത്ഥം. ബൈബിളിൽ പറയുന്നത് അത് മരണയോഗ്യർ എന്നാണ് അതിന്റെ അർത്ഥം. ശാപം എന്നാൽ മരണം എന്നാണ് അർത്ഥം. കുരിശിൽ തൂങ്ങിയവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോൾ, കുരിശിൽ തൂങ്ങിയാൽ എന്തുവാ? മരണം ഉറപ്പായല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും വെട്ടിയെടുത്ത് മാറ്റണം. അതുകൊണ്ട് ശാപമെന്ന് പറഞ്ഞാൽ അത് മരണം എന്നാണ് അർത്ഥം. അപ്പം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്, സത്യസുവിശേഷത്തിന് വിരോധമായി അല്ലെ വിപരീതമായി ആരെങ്കിലും വേറൊരു സുവിശേഷം അറിയിക്കുന്നവൻ അവനെന്താ? മരണമെന്ന് പറഞ്ഞാൽ നിത്യ നരകമാണ് അവന്റെ വിധി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നാശം അല്ലെങ്കിൽ ശാപം, മരണം എന്ന് ഒക്കെ അർത്ഥം ശാപം എന്ന് പറഞ്ഞാല്. നമ്മൾ കേട്ടിട്ടുണ്ട്, അനാഥമാ, ശപിക്കപ്പെട്ടവൻ, അവരുടെ അവകാശം
നിത്യ മരണം ആണ്. കർത്താവിനെ സ്വീകരിക്കാത്തവൻ, കർത്താവിനെ വിശ്വസിക്കാത്തവൻ അനാഥമാ, ശപിക്കപ്പെട്ടവൻ, അവരുടെ അവസാനം നിത്യ മരണം ആണ്. നമ്മൾ അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എബ്രായ ലേഖൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുന്നേ, നിങ്ങൾ തെറ്റിപ്പോകാതിരിപ്പാൻ കേട്ടത് അധികം കരുതിക്കൊള്ളുക എന്ന് പറയുന്നുണ്ടല്ലേ. ഞാൻ വായിക്കാം. എബ്രായർ 2:1 മുതല്. അതുകൊണ്ട് വല്ലപ്പോഴും, എബ്രായർ നമുക്കറിയാവുന്നതല്ല, എബ്രായർ 2:1, 2, 3 വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ദൂതന്മാരുടെ കയ്യിൽ മോശയ്ക്ക് കൊടുത്തതാണ് അല്ലെ. ആ ദൂതന്മാർ പറഞ്ഞ അല്ല ന്യായപ്രമാണം അനുസരിക്കാത്തവർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു എങ്കിൽ, അക്ഷരം അനുസരിക്കാത്തവർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പം പഴയ നിയമത്തില് ശിക്ഷ ഉണ്ടായിരുന്നു, ശാപം ഉണ്ടായിരുന്നു. നമ്മൾ പഴയ നിയമത്തിലാണ് ഏറ്റവും ശാപത്തെ കുറിച്ച് കേൾക്കുന്നതല്ലേ. ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ട്, അത് മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്, വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. നമുക്ക് കുറച്ച് വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. യോശുവ പുസ്തകം 6-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളും, അതുപോലെ 7:1. ആ പട്ടണം ശപിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്, വസ്തുക്കൾ ശപിക്കപ്പെട്ടതെന്ന് പറഞ്ഞു, മനുഷ്യർ ശപിക്കപ്പെട്ടതെന്ന് പറയുന്നു. കാരണം അതിനെല്ലാം മരണയോഗ്യരാണ്. ദൈവത്തെ അനുസരിക്കാത്തവർ മരണയോഗ്യർ എന്നാണ് അതിന്റെ അർത്ഥം. വായിക്കാം. യോശുവ 6:17. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമാവുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോട് കൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. 7:1. എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ചൊരു അകൃത്യം ചെയ്തു. യഹൂദാ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലതെടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ചൊലിച്ചു. അപ്പൊ എന്തോ അതിന് അവസാനമായത് ആഖാനെ കല്ലെറിഞ്ഞു അല്ലെ, അവരെ കൊന്നു, എന്നിട്ട് കൽക്കൂമ്പാരമാക്കി. അതാണ് സംഭവിച്ചത്. അപ്പം ശാപഗ്രസ്തമായത് എന്ത് ഭക്ഷിച്ചാലും അല്ലെന്നുണ്ടെങ്കിൽ എന്ത് എടുത്താലും ദൈവം പറഞ്ഞതിനെ അനുസരിക്കാത്തതിന് ശാപഗ്രസ്തർ, അവർക്ക് മരണമാണ് ലക്ഷ്യം, മരണമാണ് അവരുടെ അവസാനത്ത് പോകുക. അതുകൊണ്ട് എബ്രായലേഖനം പറഞ്ഞതുപോലെ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കരുത്. നമ്മൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. നമുക്ക് ലഭിച്ച ഈ വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എന്നല്ലേ പറയുന്നേ, ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതുകൊണ്ട് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവാത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പരിശുദ്ധാത്മാവിനെ കൊണ്ടും സാക്ഷി വന്നതുമായ ഇത്ര വലിയ സുവിശേഷം നാം ഗണ്യമാക്കണം. നാം അതിനെ എപ്പോഴും ഓർക്കണം, അതിനു വേണ്ടി നാം ജീവിക്കണം. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പം നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പോകാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞാനാകട്ടെ അല്ലെങ്കിൽ ഞങ്ങളാകട്ടെ സ്വർഗത്തുനിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ച അവൻ ശപിക്കപ്പെട്ടത്. ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ, സത്യസുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ആ ഒരു സുവിശേഷം മാത്രം അറിയിക്കാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അതിന് വിപരീതമായ ഒരു വള്ളി, ദൈവവചനം പറയുന്നുണ്ട്, ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ടല്ലേ. എന്താ വള്ളിയെങ്കിലോ പുള്ളിയോന്നെങ്കിലോ പറയുന്നത്? വചനത്തിന് വള്ളിയും പുള്ളിയും മാറ്റുന്നതിനല്ല. നമ്മൾ വചനം നോക്കിയാൽ അക്ഷരപ്പിശകുകൾ ഒത്തിരിയും കാണാം. പക്ഷേ മാറ്റം വരുന്നത് എപ്പോഴാണ്? നാം അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനോട് കൂട്ടിച്ചേർക്കുകയോ
അതിനോട് അതിൽ നിന്ന് കുറച്ചു കളയുകയോ ചെയ്ത ദൈവം എന്തു പറഞ്ഞിരിക്കുന്നു അതിനെയാണ്. അല്ലാതെ തിരുവചനം നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ നമുക്ക് അക്ഷരപ്പിശകുകളൊക്കെ കാണാൻ കഴിയും അല്ലേ? ആ വ്യാഖ്യാനത്തിന് അനുസരിച്ചിട്ടും അവിടെ ഇവിടെയൊക്കെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, അത് എങ്ങനെ എഴുതി വെച്ചേക്കുന്നു എന്ന്. ചില സ്ഥലത്ത് നമ്മള് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പം ആളുകളുടെ പേരുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും, അതെന്താ അങ്ങനെയെന്നൊക്കെ തോന്നും. പക്ഷേ അത് തിരുത്താത്ത എന്താണെന്നറിയാമോ? അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഇരിക്കാനാ. കാരണം മനുഷ്യരാൽ തിരുത്തപ്പെടുന്നതല്ല. ആരുടെയെങ്കിലും എഴുതിയപ്പോൾ പണ്ടൊക്കെ ശാസ്ത്രിമാർ എഴുതിയിരുന്നപ്പോ കയ്യെഴുത്ത് പ്രതികളാ അല്ലേ? അപ്പൊ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എഴുതി മാറ്റി വന്നപ്പോൾ അവരിൽ ഉണ്ടായ തെറ്റുകളാ അത്. അത് മനുഷ്യരാണ്, അത് മാനുഷികമാണ്. അതുകൊണ്ട് തെറ്റ് സംഭവിച്ചത് വേറൊരു മനുഷ്യൻ തിരുത്താനായിട്ട് ആ വചനം പഠിച്ചവരാരും അനുവദിച്ചില്ല. പക്ഷെ ദൈവവചനം പഠിക്കുന്നവർക്ക് ദൈവം അത് പല കാര്യങ്ങളും മനസ്സിലാക്കി തരും. അത് അതുപോലെ തന്നെ ഇരിക്കാനാണ് പറയുന്നത്. പക്ഷെ അതിന്റെ കാര്യത്തിലല്ല പറഞ്ഞത്. വചനത്തിന് വള്ളിയും പുള്ളിയും മാറ്റില്ലെന്ന് പറയുന്നത് അത് വ്യാഖ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് ഉദ്ദേശിച്ചതിനും എഴുത്തുകാരൻ എഴുതിയതിനും പരമായി അധികമായി അതിനോട് നാം നമ്മുടേതായ വാക്കുകൾ കൂട്ടുകയോ നമ്മുടെ വിചാരങ്ങൾ ഇതിങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ച് നാം വിശദീകരിക്കത്തില്ലേ നമ്മൾ ചില സമയത്ത്? അതൊന്നും വേണ്ടെന്നാ പറയുന്നത്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അത് ദൂതന്മാരാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയതുപോലെ തന്നെ വിശദീകരിക്കണം എന്നാണ് പറഞ്ഞത്. അതിനോട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഇച്ചിരി കുറച്ച് കളയാനൊക്കെ ശ്രമിക്കാറുണ്ടല്ലേ? അതൊന്നും വേണ്ട എന്നാ ദൈവം പറയുന്നത്. അത് അതിനോട് തന്നെ ദൈവവചനം അതിൽ തന്നെ സമ്പൂർണ്ണമാണ്. നാം അതിനോടൊന്നും കൂട്ടുകയും വേണ്ട, അതിനോടൊന്നും കുറയ്ക്കുകയും വേണ്ട. നമ്മുടേതായ രീതിയിൽ നാം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നാം എല്ലാവരും ശാപഗ്രസ്തർ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, 9ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 9ാമത്തെ വാക്യം, ഞാൻ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോൾ പിന്നെയും പറയുന്നു. അപ്പം ആ പൗലോസിന് ഒറ്റ ഒരു സുവിശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പൗലോസിന് വേറെ ഒരു സുവിശേഷവും പറയാനില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞത് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത്. നിങ്ങൾക്കോട് ഞാൻ മുമ്പേ പറഞ്ഞു, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് തെറ്റിപ്പോയി. വേഗത്തിൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് വേറൊരുത്തന്റെ കൂടെ പോയി അല്ലേ? നമ്മൾ പഴയ നിയമത്തിൽ പറയുന്ന പരസംഗം ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ മുൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. കർത്താവ് പറയത്തില്ലേ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ഞാൻ മുൻ പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ പറയുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ, താൻ അവിടെ സന്ദർശിച്ച സമയത്ത് പറഞ്ഞതുപോലെ. അപ്പം വേറെ നമുക്ക് അറിയാം, ഗലാത്യ ഒരു ലേഖനമല്ലാതെ ഗലാത്യർക്ക് വേറെ ലേഖനം ഒന്നും എഴുതിയതായി കാണുന്നില്ല. അപ്പം പൗലോസ് അപ്പോസ്തലൻ അവിടെ തന്റെ 3 മിഷണറി യാത്രകളും പോയെന്ന് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? അപ്പം അവിടെ പോയ സമയത്ത് അവരോട് പറഞ്ഞതുപോലെ, അവരെ പഠിപ്പിച്ചതുപോലെ ഇപ്പോഴും പറയുന്നു. ഒരു സന്ദേശമേ ഉള്ളൂ, അത് എല്ലാവരോടും ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മുടെ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ എങ്ങും എടുക്കണ്ട, ഞാൻ വായിക്കുന്നില്ല. ഞാൻ എങ്ങും എവിടെയും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ. അവിടെ കാര്യമുണ്ട്, തീമോഥെയോസിനെ അവിടെ അയക്കുന്നുണ്ട്. ഞാൻ അവിടെ പറയുന്നുണ്ട്, എൻ്റെ പ്രിയ മകനായ തീമോഥെയോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും പറയുന്നത് പോലെ, ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കൂ എന്നാ പറയുന്നത്. അതിൽ എല്ലാവരോടും ഒരേ സുവിശേഷം പറഞ്ഞ്. തെസ്സലോനിക്കരോട് വേറൊരു സുവിശേഷം അല്ല പറഞ്ഞ, കൊരിന്ത്യരോട് വേറൊരു സുവിശേഷം അല്ല പറഞ്ഞ. പൗലോസിന് അങ്ങനെ ഒരു സുവിശേഷം ഇല്ല, ഒറ്റ ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. ഗലാത്യരോടും കൊലോസ്യരോടും കൊലോസ്യയിലുള്ളവരോടും റോമക്കാരോടും എല്ലാവരോടും കർത്താവിനും പൗലോസിനും ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. അത് ഒരേ സുവിശേഷം മാത്രമേ ഉള്ളൂ. നമുക്ക് റോമയിലുള്ള വിശുദ്ധന്മാരോട് പൗലോസ് പറഞ്ഞ ഒരു ഉപദേശം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. റോമാലേഖനം 16-ന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. റോമാലേഖനം 16-ന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ
ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഇത് മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ സ്വഭാവമാണ് പറയുന്നത്. അവര് നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല സ്വന്തം വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ ഏത് കാലത്തും ഏത് സഭയിലും നമ്മൾ പൗലോസ് അപ്പോസ്തലനും മറ്റു അപ്പോസ്തലന്മാരും ഒക്കെ പ്രസംഗിച്ച അതേ സമയത്ത് തന്നെ സഭയിൽ ദുരുപദേശങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവർ ഇങ്ങനെയൊക്കെ എഴുതിയത്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ അതിൽ കൂടുതലുണ്ട്. അന്നും ഇന്നും ഒരുപോലെ സഭയിൽ ദുരുപദേശങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അപ്പം അവര് പറയുകയാണ്, ഇനി ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായി മറ്റാരെങ്കിലും വന്നാൽ അവർ ശപിക്കപ്പെട്ടവരാണ്. അവരുടെ ഞങ്ങൾ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെ ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവരോട് അകന്നു മാറുവിൻ, അവരോട് സംസർഗം അരുത് നിങ്ങൾ. അങ്ങനെയായാൽ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ക്യാൻസർ പോലെ അവര് ആ ഒരു ചെറിയ ഒരു പൊടിയായിരിക്കും ആദ്യം, ഒരു ടിഷ്യൂവിനെ, ഒരു സെല്ലിനെ ആയിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത്ര വേഗത്തിൽ അത് മറ്റു സെല്ലുകളെല്ലാം കാർന്ന് തിന്നുന്നത് പോലെ ഒരു സമയം കുറേ സമയം പെട്ടെന്ന് അങ്ങ് മറ്റൊരു സുവിശേഷത്തിലും അറിയില്ല, അവര് ക്യാൻസർ ബാധ പോലെ അവരോട് ആ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് അവരോട് അടുപ്പിക്കുകയും അവരുടെ ഉപദേശം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഗലാത്യ സഭ വേഗത്തിൽ വിളിച്ചവനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെ അവനവൻ നടക്കട്ടെ, ഇങ്ങനെയാവുന്നു ഞാൻ സർവ്വസഭകളിലും ആജ്ഞാപിക്കുന്നത്. പൗലോസിന് ഒരേ സുവിശേഷം മാത്രമേ ഉള്ളൂ. ദൈവം ഒരുവനെ വിളിച്ച് ഏത് സ്ഥിതിയിൽ വിളിക്കപ്പെട്ടു അതേ സ്ഥിതിയിലിരിക്കുക, അതിൽ നിന്നും മാറിപ്പോകരുതേ, ദൈവത്തിന്റെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീരരുതേ എന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് മത്തായി സുവിശേഷം 23:13 എന്ന് വായിക്കാം. മത്തായി സുവിശേഷം 23:13. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങി ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ഇത് ഹേതുവായി നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം അന്നും കാലത്തും ഉണ്ടായിരുന്നു. അന്ന് കർത്താവ് പഠിപ്പിച്ച സമയത്തും പരീശന്മാരും ശാസ്ത്രിമാരും തങ്ങളുടേതായ രീതിയിൽ വചനത്തെ കൂട്ടിമാറ്റി കളയുകയാണ് ചെയ്തിരുന്നത്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ തന്നെ മറ്റു അപ്പോസ്തലന്മാരും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് 2-3 വാക്യങ്ങൾ വായിച്ചു പോകാം. പത്രോസ് അപ്പോസ്തലനും കൂടെയുള്ളവരും എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരുടെയും സന്ദേശം ഒന്ന് തന്നെയാണ്, സുവിശേഷം, സത്യസുവിശേഷം മാത്രമേ ഉള്ളൂ. ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ സത്യസുവിശേഷം പ്രചരിക്കുന്നതിന് അധികമായി കള്ളസുവിശേഷമായിരുന്നു പ്രചരിച്ചുകൊണ്ടേ ഇരുന്നത്. വായിക്കാം 2 പത്രോസ് 2:1 വാക്യം. 2 പത്രോസ് 2:1, 2, 3 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അന്ന്, അവരുടെ ഇടയിൽ. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. 2-ാമത്തെ വാക്യം. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അതല്ലേ നമ്മൾ കാണുന്നത് ഈ കാലത്തങ്ങളിലെല്ലാം. സത്യസുവിശേഷത്തിന്റെ കോട്ടം വിപരീതമായ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സത്യവിശ്വാസികളെ പോലും മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി തീരും. കാരണം എല്ലാവരും ഒന്ന് തന്നെയാ പറയുന്നത് അല്ലെ. കൂടുതലും കള്ളപ്രവാചകന്മാരും കള്ളവിശ്വാസികളും ഉള്ളപ്പോൾ സത്യമായി ദൈവത്തെ വിശ്വസിക്കുന്നവരെ അംഗീകരിക്കാൻ പോലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. 3-ാമത്തെ വാക്യം. അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുകയുമില്ല. യോഹന്നാൻ പറയുന്നത് നമുക്ക് നോക്കാം. 2 യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം. 2-ാമത്തെ യോഹന്നാൻ അല്ല, യോഹന്നാൻ 1 ഉള്ളൂ. 2 യോഹന്നാൻ 1:7.
യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. ക്രിസ്തുവിനെ ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്തവൻ. അന്ന് ആദ്യകാലത്തൊക്കെ പറയുകയാണ് ക്രിസ്തു ഒരു മിസ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്, അത് ക്രിസ്തു എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് അങ്ങനെ ഒരു ജഡത്തിലായിട്ടില്ല, അത് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവര് പറയാം. അപ്പം പറയുകയാണ് യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുന്ന സൂക്ഷിച്ചുള്ളൂ. ഞങ്ങളുടെ പ്രയത്നഫലം കളയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷം ഞങ്ങളുടെ പ്രയത്നഫലമാണ്, അതിന്റെ ഫലമാണ് നിങ്ങൾ, അല്ലേ? അവരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് നിങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്ന, ക്രിസ്തുവിൽ എന്റെ പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ, കർത്താവിൽ എന്റെ അപ്പോസ്തലത്തിന്റെ മുദ്ര നിങ്ങളല്ലയോ? അവരുടെ പ്രയത്നത്തിന്റെ ഫലം എന്ന് പറയുന്ന വിശ്വാസികളാ, അല്ലേ? അപ്പൊ അവരോട് പറയാം, ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുന്ന സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങള് വഞ്ചിച്ചു പോകരുതേ, അപ്പൊ നിങ്ങളുടെ രക്ഷ കളയരുതേ. 9-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അത് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുതേ, അവനോട് കുശലം പറയുകയും അരുതേ. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുതേ. 11-ാമത്തെ വാക്യം, അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ. അവനെ കൂട്ടാക്കുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തിക്ക് കൂട്ടാളിയാണ്. നാം അവരെ അംഗീകരിച്ച് അവരെ സ്വീകരിച്ച് അവരോടുകൂടെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ നാമും അവർക്ക് കൂട്ടാളികളായി തീർന്നു. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ കഴിയുകയില്ല, അല്ലെ? നിങ്ങൾക്ക് നിങ്ങൾ ക്രിസ്തുവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കാളികളാകുവാനും പാടില്ല. ഒന്നു മാത്രം, ക്രിസ്തു മാത്രം. യൂദാ അപ്പോസ്തലനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒന്ന് വായിക്കാം, യൂദാ അപ്പോസ്തലൻ പറയുന്നത് 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. അപ്പൊ കർത്താവിന്റെ അർത്ഥ സഹോദരനായ യൂദ എല്ലാവർക്കും പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാനായിട്ട് തീരുമാനിച്ചിങ്ങനെ ഉറച്ചിരിക്കുമ്പോൾ എന്തുവാ സംഭവിച്ച? അവിടെ കർത്താവ് പറഞ്ഞു, നീ അത് എഴുതണ്ട, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. കാരണം വിശ്വാസം എന്നൊരു പോരാട്ടമാണ്. ആ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. ഏത് നിമിഷവും വിശ്വാസം തെറ്റിപ്പോകാം. അതുകൊണ്ട് പറയുകയാണ്, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് തോന്നി. അതിന്റെ കാരണം എന്തുവാ പറയുന്നത്? 4-ാമത്തെ വാക്യം, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവിടെ സഭയിൽ അഭക്തരായ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവർ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്കു ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് എഴുതുന്നതിനേക്കാളും അധികമായി വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ എനിക്ക് തോന്നി. ദൈവാത്മാവ് യൂദയും കൊണ്ട് അങ്ങനെ എഴുതിപ്പിക്കുകയാണ് ചെയ്തത്. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ, 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ ആ നുഴഞ്ഞു വന്നിരിക്കുന്നവരുടെ വേലയൊന്ന് നോക്കിയേ, അവരുടെ പ്രവൃത്തികളൊന്ന് നോക്കിയേ. 12-ാം വാക്യം മുതൽ അത് ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കണം. ഇന്നത്തെ കാലത്ത് ദുരുപദേഷ്ടാക്കന്മാർ എങ്ങനെയാണ് സഭയിൽ കടക്കുന്നതെന്നും അവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾ മനസ്സിൽ നിന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല, മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ നിങ്ങളോട് കൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, നിങ്ങളോട് കൂടെ സ്നേഹസദ്യകളിൽ ഇരുന്ന് നിങ്ങൾക്ക് വിളമ്പിയൊക്കെ തരും. ഓക്കെ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മേഘം ചില കാർമേഘം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ മഴ പെയ്യുമെന്നല്ലേ. പക്ഷെ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ആ കാർമേഘം പോയി മഴ പെയ്യത്തില്ല അല്ലേ. അത് തന്നെ. അപ്പം ആ മേഘങ്ങളാണെന്ന് തോന്നും, മഴ പെയ്യാൻ പോകുന്ന മേഘങ്ങളാണെന്ന് തോന്നും. പക്ഷെ ആ കാറ്റിന്റെ ഗതി അനുസരിച്ച് മേഘം മാറിപ്പോവും, മഴ പെയ്യത്തുമില്ല. അപ്പം കാറ്റ് കൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, മഴ പെയ്തില്ല, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. വൃക്ഷമെന്ന് പേരുണ്ട്, പക്ഷെ ഇലയില്ല, ഫലവും ഇല്ല, ചത്തുപോയി, വേരറ്റും പോയി. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ. അങ്ങനെ പറയാൻ എന്നാ കാരണം? തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിര ഒന്ന് കയറി വന്നാൽ എന്തോ കൊണ്ടാ കയറി വരുന്നത്? കടലിലുള്ള മാലിന്യങ്ങളും കൊണ്ടാ മൊത്തം ഇങ്ങോട്ട് കയറി വരുന്നത് അല്ലേ. അത് തന്നെയാണ്. അപ്പൊ അവരിലുള്ള മാലിന്യങ്ങളും കൊണ്ടാണ് നമ്മളിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. 14-ാമത്തെ വാക്യം, ആദം മുതൽ ഏഴമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് പറഞ്ഞു. അപ്പം പുതിയ നിയമ ശുശ്രൂഷക്കാരൊന്നും അല്ല പറഞ്ഞത് ഇത്. പഴയ നിയമത്തിലും ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനത് അന്ന് തന്നെ മനസ്സിലായി അല്ലേ. 15-ാമത്തെ വാക്യം, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 16-ാമത്തെ വാക്യം, അവർ പെറുപെറുപ്പുകാരും, യുദ്ധ തുടരുകയാണ്. അവർ ആര്? ഇങ്ങനെ കള്ളപ്രവാചകന്മാർ, കള്ള ഉപദേഷ്ടാക്കന്മാർ. അവർ പെറുപെറുപ്പുകാരും തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. കർത്താവിനെ പ്രസാദിപ്പിക്കുകയല്ല, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായി വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർക്കുവേൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ പൊന്നത ഉണ്ടാക്കുന്ന പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ എങ്ങനെ പറഞ്ഞു പോകുന്നു. എന്നിട്ട് അവസാനം പറയുക, വീണുപോകുന്ന ദേശത്തെ കുറിച്ച് പറഞ്ഞു, വീണുപോയ മനുഷ്യരെ കുറിച്ച് പറഞ്ഞു, വീണുപോയ ദൂതന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ നിർത്തുവാൻ, ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഈ വീണവരെ കുറിച്ചൊക്കെ പഠിച്ചു. അത് നിങ്ങൾക്കെല്ലാം കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 10-ാം പറഞ്ഞു. ഇത് നമുക്ക് അവർക്ക് ദൃഷ്ടാന്തമായി സംബന്ധിച്ചു, ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കും നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ യൂദാപ്പോസ്തലൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, വിഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്റെ കളങ്കമില്ലാത്തൊരു ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവത്തിന് സ്തോത്രം. കാരണം എല്ലാവരും മാറിപ്പോകാം, പക്ഷെ നമ്മളെല്ലാം വീണു പോകാം, പക്ഷെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുകയില്ല. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം നമ്മോട് കൊണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും എല്ലാ നിമിഷവും നിങ്ങളോട് കൂടെ ഉണ്ടോ എന്ന് അറിയിച്ചത്, മാറിപ്പോയിട്ടില്ല, കൂടെ ഉണ്ട് നമ്മോട് കൂടെ. ആ വിശ്വാസം മാത്രം മതി. ഓക്കെ, നമുക്ക് അടുത്ത വാക്യത്തില്, അപ്പം എല്ലാ അപ്പോസ്തലന്മാരും പറയുന്നത് ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാ പറയുന്നത്. അപ്പം അപ്പൊ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് യൂദാപ്പോസ്തലൻ പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരും നാം പഠിച്ച ഉപദേശം അതിനകത്ത് ദൃഢമായിരിക്കണം, തെറ്റിപ്പോകാൻ ഇടയായി തീരരുത്. അപ്പൊ ആ രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ മാർഗം. അപ്പോസ്തല പ്രവൃത്തി 4:12 ഇങ്ങനെ പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ, അതിന്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. തെരഞ്ഞെടുക്കാന് ഒന്നേ നിത്യജീവൻ തെരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിത്യമരണം തെരഞ്ഞെടുക്കുക. അതിന്റെ ഇടയിൽ ഒന്നുമില്ല, ഒരു ഗ്രേ ഏരിയാസും ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശമാണ്. നാം തെരഞ്ഞെടുക്കുക. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം അല്ലെ. നന്മ
നന്മ തിരഞ്ഞെടുക്കുന്നവരുടെ പാത എത്ര മനോഹരമെന്ന് നമുക്ക് പറയാം അല്ലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് 10ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അപ്പൊ ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ, 9ാമത്തെ വാക്യം എങ്ങനെയായിരുന്നു? ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പിന്നെയും പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായി നിങ്ങൾ വേറെ ഉപദേശത്തിലേക്ക് പോകരുതേ. ഓക്കെ, 10ാമത്തെ വാക്യം 10 വായിക്കാം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് ദാസരായിരിക്കുകയില്ല. അപ്പം ഇവിടെ സംഭവിച്ച എന്താ കാര്യം? ഗലാത്യയിലും കൊരിന്ത്യയിലും ഒക്കെ സംഭവിച്ച എന്താ കാര്യം? കള്ള അപ്പോസ്തലന്മാർ അവർ വന്നപ്പോഴേ അവർ പ്രധാനികളായിരുന്നിരിക്കാം, അവരെക്കാളും പവറുള്ളവരായിരുന്നിരിക്കാം, വാക്ചാതുര്യമുള്ളവരായിരിക്കാം, പ്രശസ്തിയുള്ളവരായിരിക്കാം, എന്തുവാ യോഗ്യന്മാരായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അവര് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് ഉപരിയായി മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണ് ശ്രമിച്ചു. പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് ദാസനായിരിക്കില്ല. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഒരിക്കല് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നല്ലേ. യഹൂദന്മാരെ പ്രസാദിപ്പാൻ നോക്കി. അപ്പം ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ഒരു ഒരു സമയം ഉണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരെയും മറ്റുള്ളവരെയും പ്രസാദിപ്പാൻ വേണ്ടി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു പോയി. പക്ഷെ ആ ഉപദ്രവിക്കുന്നതിനിടയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും താൻ ആ മശിഹായ്ക്ക് വേണ്ടി, ഏത് മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്നു, ആ മശിഹയാണ് ക്രിസ്തു എന്ന യേശു എന്ന് മനസ്സിലാക്കുകയും ആ മശിഹായ്ക്ക് വേണ്ടി, ആ ക്രിസ്തുവിന് വേണ്ടി ഓടുവാനായിട്ട് ഇടയായി തീർന്നു. ആ മശിഹായെ ആ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നതിനായി തീർന്നു. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദുരുപദേഷ്ടാക്കന്മാർ, നിങ്ങളുടെ ദുരുപദേഷ്ടാക്കൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണ്, ചക്രവാക്കും വ്യവസ്ഥതയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. പക്ഷേ നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ആകരുത്, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളൊരു സന്ദേശം പറയുമ്പോൾ നമ്മളുടെ മുമ്പിൽ ദൈവമാണ് അതിന്റെ ആദ്യത്തെ റോയിൽ ആദ്യം ഇരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക. അത് എല്ലാവർക്കും അത് തന്നെ ആയിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ അത് തന്നെയാണ്. താൻ പറയുന്ന സുവിശേഷം ദൈവത്തോടാ പറയുന്നത്. ആ ദൈവമാണ് അതിന്റെ കേൾവിക്കാരൻ എന്നുള്ള ചിന്തയാണ് പൗലോസിനുള്ളത്. അപ്പം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. നമ്മൾ പറയുമല്ലോ എപ്പോഴും, ഒരു തോണിയിൽ രണ്ട് തോണിയിൽ ഒരു കാല് വെക്കാനൊക്കത്തില്ല. ഒരു തോണിയിലേ വെക്കാനൊക്കത്തുള്ളൂ അല്ലെ. രണ്ട് തോണിയിൽ കാൽ വെക്കാൻ ആർക്കും കഴിയുകയില്ല. ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ സാത്താൻ അല്ലെ, മനുഷ്യൻ. ഇപ്പൊ സാത്താൻ എന്ന് പറയുന്നതിനേക്കാളും മനുഷ്യൻ ലോകം എന്ന് പറയുന്നതായിരിക്കും നല്ലതല്ലേ. ലോകം സാത്താന്റെ അധീനതയിൽ കിടക്കുന്നതെന്നല്ലേ പറയുന്നത്. സമാലേഖനം ഇങ്ങനെ പറയുന്ന 8ാം അധ്യായത്തിൽ ഞാൻ 7, 8 വാക്യങ്ങളൊന്ന് വായിച്ചു പോകാം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. തുടർന്ന് പറയുന്നത്, നിങ്ങളോ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ അത്ര എന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്നും പറയുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു എങ്കിൽ നമ്മൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തെ മാത്രമേ പ്രസാദിപ്പാൻ കഴിയത്തുള്ളൂ. യജമാനൻ നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് 2 യജമാനന്മാർ ഇല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ആകരുത്. മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. അപ്പം പൗലോസ് പറയാ, ഇങ്ങനെ പറയുന്നു. തുടർന്നുള്ള നമ്മൾ ആ വാക്യത്തിന്റെ വാക്യം എന്താ പറയുന്നത്? ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത്. നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകുന്നു എങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ പറയുന്നു, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ഞാൻ ക്രിസ്തുവിന് ദാസനായിരിക്കില്ല എന്ന് പറയുന്നു. അപ്പം അവിടെ നമ്മൾ ദാസൻ എന്ന പദം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സെർവന്റ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച പല വേദ പഠിതാക്കളും പറയുന്നത് സെർവന്റ് എന്നുള്ള മീനിങ് അല്ല അവിടെ കൊടുത്തിരിക്കുന്ന, സ്ലേവ് എന്നുള്ള മീനിങ് ആണ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, ഒരു സെർവന്റ്, ഒരു ദാസൻ, നമ്മള് പണ്ടത്തെ കാലത്ത് ദാസൻ എന്നൊക്കെ പറയും. ഇപ്പൊ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ എംപ്ലോയറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യണമെങ്കിലും നമ്മൾക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം തൊഴിലാളി യൂണിയന്, അങ്ങനെയൊക്കെയുള്ള യൂണിയൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അവർക്ക് അവരുടേതായ, നമുക്കിപ്പോ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ സെൽഫ് സ്കെഡ്യൂൾ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ജോലി എടുക്കാം, നമ്മൾക്ക് സമയത്തിനനുസരിച്ചുള്ള ഓരോ ജോലി നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എന്തിനാ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ സ്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യജമാനന് അടിമയാണ്.
അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഇഷ്ടമേ ഇല്ല. നമുക്കിവിടെ നമ്മുടെ ജോലിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം നോക്കാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ജോലി ചെയ്യാം, അങ്ങനെയൊക്കെയാ. പക്ഷേ ഇവിടെ സ്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനന്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ യജമാനന്റെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുള്ള രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി കഴിഞ്ഞ് വന്ന ദാസന് ഇരുന്നിട്ട് യജമാനൻ നിന്നോട് ഇവിടെ കഴിക്കാൻ പറയത്തില്ല അല്ലെ. യജമാനൻ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളതേ ദാസന് കിട്ടത്തുള്ളൂ, അത്രേ ഉള്ളൂ. അതും കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ദാസൻ കഴിച്ചൊന്നും യജമാനൻ നോക്കേണ്ട കാര്യമില്ല, യജമാനൻ എനിക്ക് തന്നൊന്നും ദാസനും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ്, സ്വന്തം ഇഷ്ടത്തോടെ അല്ല, എല്ലാം യജമാനന്റെ ഇഷ്ടം മാത്രമാണ് ദാസൻ ചെയ്യുന്നത്. അപ്പം തന്റെ ജീവിതം തന്നെ ആ യജമാന് സമർപ്പിക്കുന്ന അവസ്ഥയാണ്. മനുഷ്യരെ നോക്കുന്നതേ ഇല്ല. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ എന്നെ രക്ഷിച്ച ദൈവത്തെ പ്രസാദിപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. പൗലോസിനെ കൊരിന്ത്യർ വിമർശിച്ചപ്പോൾ പൗലോസ് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങള്. കാരണം തനിക്ക് എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, താൻ ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്ത. ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് എന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ എനിക്ക് കണക്ക് ബോധിപ്പിക്കാനുള്ളൂ. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ ഞാൻ ഇവിടെ തന്നെ കിടക്കും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഓക്കെ, 1 കൊരിന്ത്യർ 4-ന്റെ 3, 4, 5 വാക്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്, എങ്കിലും കുറെ കാലമായില്ലേ, നമുക്ക് വായിച്ചു പോകാം. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല. നിങ്ങൾ എന്നെ വിധിച്ചാലും എനിക്കൊന്നുമില്ല, ഞാൻ എന്നെ വിധിക്കുന്നുമില്ല. ആ 4-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എങ്കിലും ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്ന കർത്താവാകുന്നു. ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല എങ്കിലും, എനിക്ക് ഞാൻ ചെയ്ത ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എങ്കിലും ഞാൻ നീതിമാനെന്ന് വരികയില്ല. കാരണം എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. നമുക്കറിയാം, നമ്മുടെ ചിന്തകളെ പോലും വിധിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ചിന്തകളിൽ എത്ര മാലിന്യമുണ്ട്. നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പം പറയാം നമ്മളെല്ലാം നല്ലത് ചെയ്യുമെന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ തന്നെയും നമ്മുടെ ചിന്തകളിൽ പോലും മാലിന്യമുണ്ട്. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവമാണ് അതിനെയൊക്കെ വിധിക്കുന്നത് അല്ലെ. അപ്പം പൗലോസ് പറയുകയാണ്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്ന കർത്താവാണ്. എത്രത്തോളം ഭയത്തോടെ നാം വായിക്കേണ്ട ഒരു വാക്യമാണ്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ലഭിക്കും. താഴെയുള്ള വാക്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല, നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരുന്നില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. നമുക്ക് നമ്മളെ തന്നെ നോക്കുക, നമ്മളിലേക്ക് തന്നെ നോക്കുക. നാം എല്ലാവരും നമ്മെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന, അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നു. 139-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം എന്റെ കിടപ്പും നടപ്പും അവൻ ശോധന ചെയ്യുന്നു. അവൻ അറിയാതെ എന്റെ വായിൽ ഒരു വാക്കുപോലുമില്ല. അവൻ എന്റെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ശോധന ചെയ്യുന്നു എന്നൊക്കെയാ പറയുന്നത് അല്ലെ. മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ റോമൻസ് 13 പറയുന്നത്, ദൈവം അധികാരങ്ങൾ നമുക്ക് വെച്ചിട്ടുണ്ട്, ആ അധികാരങ്ങൾക്ക് നാം കീഴടങ്ങി ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കണ്ട, പക്ഷെ ഓരോ അധികാരത്തന്മാരെ നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അധികാരത്തിന് നാം കീഴടങ്ങണം. പക്ഷെ അത് കുടുംബത്തിൽ തുടങ്ങി സമൂഹത്തിലും ജോലി കാര്യങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും നാം കീഴടങ്ങണം. പക്ഷേ ആ അധികാരങ്ങൾക്ക് കീഴടങ്ങുമ്പോൾ തന്നെ ദൈവം വച്ചിട്ടുള്ള അധികാരങ്ങൾക്ക് നാം കീഴടങ്ങണം, എതിരായി നിൽക്കരുത്. ആ കീഴടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആ ഹോളി സ്റ്റാൻഡേർഡിന് വിപരീതമായി നാം പോകരുത്. എന്ന് പറഞ്ഞാൽ നമ്മള് ആ ദൈവത്തിന്റെ ആ സുവർണ നിയമത്തിന്, ആ വചനത്തിന് എതിരായി വരുന്നതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യുവാനായിട്ടുള്ള അവകാശം ദൈവമക്കൾക്ക് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രക്, മേശക്, ഗോഗ് എന്നൊരു അപ്പൊ അവര് ഒക്കെ എന്തുവാ ചെയ്തത്?
അവര് ആ ബിംബത്തെ ആരാധിക്കാൻ സമ്മതിച്ചില്ല. ശ്രേഷ്ഠ ആധികാരികൾക്ക് കീഴടങ്ങണം. പക്ഷേ ദൈവത്തിന്റെ ലോ ആണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ആ ദൈവം പറഞ്ഞ ലോയെ അനുസരിച്ച് മാത്രമേ ഒക്കെ ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങണം. അവര് രാജസന്നിധിയിലാണ്, ഒക്കെ ശരിയാ, രാജാവ് പറയുന്നത് ഒക്കെ അനുസരിക്കുന്നുണ്ട്. പക്ഷേ രാജാവ് വെച്ച ബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞപ്പോ അവര് സമ്മതിച്ചില്ല. കാരണം ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് പഴയ നിയമം 1-ാമത്തെ കൽപ്പന പറയുമ്പോ, 10 കൽപ്പന 1-ാമത്തെ കൽപ്പന പറയുമ്പോ അതാണോ അനുസരിക്കേണ്ടത്? മനുഷ്യരെയാണോ അനുസരിക്കേണ്ടത്? അപ്പം നമുക്ക് പറയാം മനുഷ്യ നിയമങ്ങൾ വേഴ്സസ് ദൈവത്തിന്റെ നിയമങ്ങൾ. അങ്ങനെ വരുമ്പോൾ മനുഷ്യ നിയമങ്ങളെ നാം അനുസരിക്കണം. പക്ഷേ ദൈവത്തിന്റെ നിയമമാണ് ഏറ്റവും മുകളിൽ ഇരിക്കേണ്ടത്. അപ്പൊ മനുഷ്യന്റെ ലോവർ ലോയും ദൈവത്തിന്റെ ഹയർ ലോയുമാണ്. അപ്പൊ മനുഷ്യനെ അനുസരിക്കണം. പക്ഷേ മനുഷ്യന്റെ ലോവർ ലോയാണ്, ദൈവത്തിന്റെ ഹയർ ലോയാണ്. അപ്പൊ പക്ഷേ ഇപ്പം അത് അനുസരിക്കാതിരുന്നാൽ കോൺസിക്വൻസ് ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാകും. ചന്ദ്രക്കും മേശകനും അഭേന്ദ്രഗോപിനും കോൺസിക്വൻസ് ഉണ്ടായില്ലേ? അവരെ തീയിൽ തള്ളിയിട്ടു. പക്ഷേ അവരെ വിടുവിക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നു, അല്ലേ? അവരെ ദൈവിക്കാൻ ദൈവം കൂടെ ചെന്നു, 4-മനായി ഇറങ്ങിച്ചെന്നു. അതുപോലെ തന്നെ ദാനിയേലിനെ ദൈവത്തോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കയില്ല എന്നല്ലേ രാജാവിനോട് അപേക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. അന്നൊക്കെ പറഞ്ഞിട്ടും ദാനിയേൽ എന്താ പറഞ്ഞു? ഞാൻ ദൈവത്തോടല്ലാതെ അപേക്ഷിക്കത്തില്ല. പതിവ് പോലെ 3 പ്രാവശ്യം എസ്ലേമിലേക്കുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്, അല്ലെ? ദൈവത്തോട് നോക്കി, ദേവാലയത്തെ നോക്കി പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. പക്ഷെ അതിന് എന്തുവായിരുന്നു പരിണത ഫലം കിട്ടിയത്? ദൈവം തടഞ്ഞോ? ഇല്ല, ഇടം തടഞ്ഞില്ല. പക്ഷെ ദൈവം അവിടെ കാത്തു സൂക്ഷിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹത്തിൽ അനേകം ബില്ലുകളൊക്കെ പാസ്സാക്കുന്നുണ്ട്, അല്ലേ? എന്തൊക്കെയാ? സെയിം സെക്സ് മാര്യേജ്, LGBTQ എല്ലാം ഇല്ലേ? പക്ഷേ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും അധീനരായി പോകാനില്ല, ആകരുത്. കാരണം മനുഷ്യന്റെ എല്ലാം ലോവർ ലോയാണ്, അതിന്റെ മുകളിലാണ് ദൈവത്തിന്റെ ആ ഹയർ ലോ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ ഹയർ ലോയ്ക്ക്, ആ സുവർണ നിയമത്തിന് വിപരീതമായി അതിനെ മറിച്ചു കളയുന്ന ഏതൊരു നിയമത്തിനും നാം അധീനരാകരുത്. ചിലപ്പം കോൺസിക്വൻസ് ഉണ്ടാകാം, പക്ഷെ അത് ദൈവമാണ് നമ്മളെ വിടുവിച്ചില്ലെങ്കിലും നമ്മൾ പിന്നെ എന്താ പറയുന്നത്, നാം മനുഷ്യരെ അനുസരിച്ചില്ലെങ്കിൽ, ദൈവം നമ്മെ വിടുവിച്ചില്ലെങ്കിലും, അങ്ങനെയല്ലേ പ്രാചീന കാലത്ത് രക്തസാക്ഷികളായി തീർന്നവര്. വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവം അവര് വെച്ചിട്ടുള്ള ബിംബങ്ങളെ നമസ്കരിക്കത്തില്ല. കൈസരെ കർത്താവ് എന്ന് പറയാത്ത എത്ര പേരെ ചിരച്ഛേദം ചെയ്ത് കളഞ്ഞു. അന്നൊന്നും എല്ലാവരും ഒന്നും ദൈവം രക്ഷിച്ചൊന്നുമില്ല. പക്ഷെ അവര് അന്ന് ദൈവത്തിന്, അല്ലേ? മനുഷ്യരെ അനുസരിച്ചായിരുന്നെങ്കിൽ അവര് ദൈവത്തിൽ നിന്ന് മാറിപ്പോയേനെ. പക്ഷെ ദൈവം മാത്രം എന്ന് പറഞ്ഞവരുടെ എല്ലാം ദൈവസന്നിധിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ജീവനായാലും മരണമാണെങ്കിലും നാം ജീവൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചിലപ്പം സ്തെഫാനോസിനെ പോലുള്ളവരൊക്കെ അന്നേരം മരിച്ചെങ്കിലും ദൈവത്തിന്റെ തേജസ് കാണുവാനായിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട് അവിടെ, അല്ലേ? അങ്ങനെയാണ്. ഇപ്പം പോള് പറയുന്നു തന്റെ സന്ദേശം എപ്പോഴും ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ മനുഷ്യർക്ക് യോജിക്കുന്ന രീതിയിൽ സന്ദേശം വ്യത്യാസപ്പെടുത്തുന്നില്ല. അങ്ങനെ ഞാൻ വ്യത്യാസപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് ദൈവത്തിന് ദാസനായിരിക്കാൻ കഴിയുകയില്ല. ഞാൻ ദൈവക്രോധം ഞാൻ സ്വയമായിട്ട് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം തെസ്സലോനിക്ക ലേഖനത്തിലും പൗലോസ് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒത്തിരി വാക്യങ്ങളുണ്ട്, 2-3 വാക്യം. നമുക്ക് കുറച്ച് മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് 2-3 അടുത്ത വാക്യത്തിലേക്ക് സമയം നമുക്ക് 2-3 വാക്യങ്ങൾ വായിച്ചു പോകാം. ഓക്കെ. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 2:4 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി, ഞങ്ങളുടെ സാക്ഷി ദൈവം തന്നെ. ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടിരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരാകട്ടെ മാനം അന്വേഷിച്ചില്ല. പൗലോസ് തന്നെയല്ല, പത്രോസും യോഹന്നാനും ഒക്കെ ഇത് തന്നെയാ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി എടുക്കണ്ട, വായിച്ചു വിടാം. അപ്പോസ്തല പ്രവൃത്തി 5:29 വാക്യം. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നുണ്ട്. 1-2 വാക്യങ്ങളോട് വായിച്ചു പോകാം. എഫേസ്യ ലേഖനം 6:6-7 വാക്യങ്ങൾ.
അഫീസ് ലേഖനം 6ന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും, മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. കൊലാസി ലേഖനം 3:22. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാൽ അല്ല, കർത്താവിനെ ഭയപ്പെട്ട ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. അപ്പം നമ്മൾ പഠിച്ചത് ഒക്കെ മനുഷ്യരെ പ്രസാദിപ്പാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കരുത്. രണ്ട് തോണിയും നമുക്ക് കാൽവെക്കാൻ ഒക്കുകയില്ല. ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം ദൈവത്തിന് ഓരോ ദൈവമക്കൾക്കുള്ളത്. കാരണം നമ്മെ വിളിച്ചവർ ദൈവമാണ്. ആ ദൈവം ഒരു വില കൊടുത്തു, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി കിട്ടും. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായിട്ട് അത്രേ ജീവിക്കുന്നു എന്നറിയണം. അപ്പൊ നമ്മള് മനുഷ്യർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നാം ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുകയല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനമാകുന്നു, ജഡത്തിന്റെ ചിന്ത മരണമാകുന്നു. അപ്പം ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. പിതാവെ എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുക അല്ലെ. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു എന്നൊക്കെ രോമാലേഖനം 8ാം അധ്യായം പറയുന്നു. നാം മക്കളെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എപ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് ഞാൻ നിന്റെ മകളാണെന്ന് എപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മള് പഠിച്ചത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, ദൈവത്തെ പൗലോസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവര് വിളിച്ചവനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറി. അതുകൊണ്ട് അവരുടെ ഇടയിൽ വന്നവരെ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് അവരെ അവരിലേക്ക് വശീകരിക്കുകയും അവരെത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറയുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് നമ്മളും കേൾക്കുന്ന വചനം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.